അങ്ങനെ പോയാ ഗൈസ് പെരുവഴി കേട്ടോ. അവിടെ 2 വണ്ടി എന്തോ പ്രശ്നം പറ്റി കിടക്കുവാ. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, നോക്കിയോ ഫുൾ മഞ്ഞ. ഇതാ ഫുള്ളൊക്കെ ഫ്രണ്ട് മഞ്ഞ. പൊട്ടി അമ്മേ അമ്മേ പൊട്ടി 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 പൊട്ടി. ഈ സാധനം പൊട്ടി. ബെൻഡാട്ടോ. അന്ന് പറ്റിയ അതേ പ്രശ്നം തന്നെ. അനക്കാതിരിക്കുക, ഒരെയിമിന് വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുക. വേറെ പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല കേട്ടോ. അത് തന്നെ കൺഫേം ഊമ്പി എന്നുള്ളത്. അല്ല ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ അക്ടോബയിൽ നിന്ന് അങ്ങനെ ഉറാലിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അതായത് അക്ടോബ എന്ന് പറയുന്ന സ്ഥലം കസാക്കിസ്ഥാനിലും, ഗൈസ് നോക്കൂ ഉറാൽ കഴിഞ്ഞ് നമ്മൾ ചെന്ന് കയറാൻ പോകുന്നു റഷ്യയിലേക്കും. ഗൈസ് നോക്കൂ, നമ്മുടെ ലോകയാത്ര, അതായത് ഇന്ത്യ ടു USA നമ്മുടെ വാൻ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഞങ്ങളുടെ വീഡിയോ കൃത്യം 9 മണിക്ക് വരാൻ നേരത്ത് ആദ്യത്തെ 30 മിനിറ്റിനുള്ളിൽ പരമാവധി ആൾക്കാർ കാണാൻ ശ്രമിക്കണം. അത്ര മാത്രമേ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരു സഹായം, ഹെൽപ്പ്, കനിവ് വേറൊന്നുമല്ല. ആ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് റെക്കമെൻഡേഷൻ കൂടുതൽ കിട്ടും. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തും. ഗൈസ് നോക്കൂ, അപ്പം ആദ്യത്തെ 30 മിനിറ്റ്, അതായത് 9 മണിക്ക് വരുന്ന വീഡിയോ 9:30-ക്കുള്ളിൽ കണ്ടു തീർത്താൽ വളരെ ഉപകാരമായിരുന്നു. അതുപോലെ നമ്മുടെ ഇനി യാത്രയുടെ അകത്ത് മുന്നോട്ട് പോകുന്നിടത്ത് മഞ്ഞ് കണ്ടു കഴിഞ്ഞു. ഇനി ഡെസേർട്ട് ഉണ്ട്, വെള്ളമുണ്ട്, കടലുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, ഉച്ചയുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്, അതാണ് എല്ലാം ഉണ്ട്. ഗൈസ് നോക്കൂ, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്. ഗൈസ് നോക്കൂ, അപ്പം ഫൈനലി നമ്മളങ്ങനെ അറാലിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അല്ല ഈ സ്ഥലം, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇച്ചിരി മഞ്ഞുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവസാനത്തെ മഞ്ഞ്, ഇനി ഒരു 4 ദിവസം കൂടി ഇവിടെ മഞ്ഞുണ്ടാവുള്ളൂ. അന്നപ്പോൾ അവസാനത്തെ വെയ്യ് 1.5 വെജ് തീർക്കുവാണ് എല്ലാ സാധനം. കാറ്റാട്ടോ. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 km/h കാറ്റ് വീശുന്നത്. ഈ കാണുന്നത് ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. അതായത് ഫുൾ മഞ്ഞായിരുന്നു ഇന്നലെ മുതൽ. മഞ്ഞെടുക്കുന്ന വണ്ടി ഏതാ? ഗൈസ്, ഈ കാണുന്ന വണ്ടി ഉണ്ടോ, ഇത് മഞ്ഞ് നീക്കുന്ന ഇവിടുത്തെ വണ്ടിയാട്ടോ. ഇവിടുത്തെ കോർപ്പറേഷൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത്. മഞ്ഞ് നീക്കാൻ വേണ്ടി പോവാണ്. തകൃതിയായി ഇവരൊക്കെ പണിയെടുക്കൽ തുടങ്ങി. എല്ലാ പെട്രോൾ പമ്പിൽ ഡീസലില്ല. ഈ പമ്പിലാണ്. ഇത് ചൈനീസ് കമ്പനിയാണ് ഈ കാണുന്നത്, സുനോൽ. ഈ സുനോലിൽ നിന്നാണ് ഞങ്ങൾക്ക് ഡീസൽ കിട്ടിയത്. നമുക്ക് ഡീസൽ കിട്ടി. ഇവിടെ ഉണ്ട് മറ്റേ കാർഡ്, അത് 50 ലിറ്റർ കുറച്ച് കിട്ടൂല. അവിടെ നിന്ന് നമ്മൾ ഇറക്കി വിട്ടു. കാർഡ് വേണമെന്ന് പറഞ്ഞു, റേഷൻ കാർഡ് പോലത്തെ കാർഡ്. ഇവിടെ അത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്നുള്ളതല്ല, ഇന്ത്യക്കാരാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരെ ആരൊക്കെ വിളിച്ചു വെച്ചിട്ട് തന്ന എണ്ണ. എനിക്ക് തോന്നുന്നു ഈ ഏരിയ മഞ്ഞ് കൂടുതലായതുകൊണ്ട് ലോറിക്കാർക്കും അതുപോലെ തത്തീഷ ആൾക്കാർക്കും ഡീസൽ ഒരു കസാക്ക് വോൾവോ വരുന്നു. അപ്പോൾ ഇതൊക്കെ ലോഡ് പോകുന്നതാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ തുടങ്ങിയ പണിയാണ്. ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. ഹായ് ഗൈസ്, അല്ല ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഏതാ ഡേറ്റ് എന്ന് പോലും തുടങ്ങിയതാ എനിക്ക് തോന്നുവാണ്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഗൈസ്, 3ാം ദിവസം കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലൊക്കെ കൊടും മഞ്ഞായിരുന്നു. 40 km/h 14 മണിക്കൂർ ഞങ്ങൾ ഇന്നലെ ഓടിച്ചു. ഏറ്റവും കൂടുതൽ വിഷയം എന്ന് വെച്ചാൽ റോട്ടിൽ ഇങ്ങനെ ടൈൽസ് വിരിച്ചിട്ടാക്കുന്ന പോലത്തെ. ഇനി ഓടേണ്ടത് ഇതേപോലത്തെ റോട്ടിലാണ്. ഈ ചെരുപ്പ് ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല. പിന്നെയാണ് ബാക്കിയുള്ള കാര്യം. ഇത് യോങ്തോങ് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ബസ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. ഗൈസ് നോക്കൂ, എല്ലാ സ്ഥലങ്ങളിലും ഫുള്ള് നല്ല രീതിയിൽ ഇതേപോലെ സ്നോഫോൾ പെയ്ത് മഞ്ഞ് കിടക്കുവാണ്. ഒരു 5 മിനിറ്റ് മുന്നേ വരെ സ്നോഫോൾ നന്നായിട്ട് വീഴുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ സ്നോഫോൾ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞതോളൂ. ഇനി നമുക്ക് 2 മണിക്കൂർ മുന്നേ നമുക്ക് ഇവിടുന്ന് പോയില്ലേല് വീണ്ടും സ്നോഫോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. വേറെ കാര്യമുണ്ട്, ഈ സ്നോഫോൾ വീണ പാടെ നമ്മൾ പോകരുത്. ഒരു 10 മിനിറ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് വർത്തമാനം പറയാൻ പറ്റില്ല, കാറ്റ് ഭയങ്കര. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് ആ മഞ്ഞ് അങ്ങോട്ട് എടുത്ത് മാറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞിട്ട് റോട്ടിൽ വന്ന് വീണ്ടും മഞ്ഞാവും. ആ മാറ്റുന്ന സമയത്ത് അവരോട് അങ്ങ് പോവാണെങ്കിൽ അങ്ങ് പോവാം. കഴിഞ്ഞോ?
കഴിഞ്ഞോ? കഴിച്ച് നോക്കൂ. ഈ കാണുന്ന ഇവിടെയൊക്കെ കണ്ടമാനം ട്രക്കുകൾ കിടക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിലുള്ള മഞ്ഞ് വീഴ്ച ഉള്ളതുകൊണ്ട് ഇന്നലെയൊക്കെ ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു കേട്ടോ, ട്രക്ക് ആക്സിഡന്റ്. അതുകൊണ്ട് വണ്ടികളൊക്കെ ഒതുക്കിയാക്കുവാണ്. അതായത് ഫുള്ള് വണ്ടി ഒതുക്കി എല്ലാം പിന്നെ ഈ മഞ്ഞ് കഴിഞ്ഞ വണ്ടി എടുക്കുകയുള്ളൂ. കുറേയൊക്കെ സ്റ്റക്കായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ചൈനീസ് കമ്പനികളുടെ കുറേ വിൻഡ് മെഷീനൊക്കെ ഈ റൂട്ടിൽ കൂടെ പോകുന്നുണ്ട്. ഇന്നലെ എത്ര ആക്സിഡന്റ് ഉണ്ട്? ഇന്നലെ എനിക്ക് തോന്നുന്നു 10-15 വണ്ടിയെങ്കിലും ഏറ്റവും കൂടുതൽ റണ്ണോൾട്ടിന്റെ വണ്ടി ഇന്നലെ അടിച്ച. വോൾവോയുടെ വണ്ടി ഒരെണ്ണം അടിച്ച, ഒരു മാനം അടിച്ചു. പിന്നെ ഒരു ചൈനീസ് വണ്ടി കൊണ്ടുവന്ന മൊത്തം വണ്ടി റൂട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ഇനി ഓവർ ഞങ്ങൾ ഫ്രീസ് ആയി പോകും. ഫൈനലി നമ്മൾ വണ്ടി കയറുവാണ്. കഴിച്ച് ഇന്ന് ആരും വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് വൃത്തി പ്രതീക്ഷിക്കരുത്. മഞ്ഞായതുകൊണ്ട് വൃത്തിയാക്കിയിട്ടും കാര്യമില്ല. പിന്നെ വണ്ടി ഫുൾ അലമ്പാണ്. അതൊരു കാര്യം പറയണ്ടേ, വോൾവോയുടെ ട്രക്ക് ഉണ്ടല്ലോ, വോൾവോയുടെ ട്രക്ക് ഇതിലെ പോകാൻ നേരത്ത് അതിന്റെ മുന്നിൽ ഈ നമുക്ക് ഈ സാധനം പ്ലാസ്റ്റിക് പോലെ സാധനമുണ്ട്. അപ്പോൾ കാറ്റടിച്ചിട്ട് അത് മൊത്തം നമ്മുടെ വണ്ടിയിലോട്ട് തെറിക്കും. അപ്പോൾ എത്ര നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പം വൈപ്പർ ഇടും, വീണ്ടും പോകും. വൈപ്പർ ഇന്നലെ രാത്രി ഒന്നും കാഴ്ച പോലും വണ്ടിക്ക് കിട്ടുന്നില്ലായിരുന്നു. നമ്മൾ വണ്ടി ഓടിക്കാൻ നേരത്തെ കേട്ടോ. നിന്റെ കോപ്പി. ഇത് ഹീറ്ററിൻ്റെ ഒരു കുഴൽ, ഇത് ഹീറ്ററിൻ്റെ അടുത്ത കുഴൽ, ഇതേ അവിടെ ഒരു കുഴൽ, ഇതാ ഇവിടെ ഒരു കുഴൽ ഇരിപ്പുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3 കുഴലാണ് വെച്ചേക്കുന്നത്. ഇതാ ടെമ്പ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്ന സാധനം. വണ്ടിക്കുള്ളിൽ ഇപ്പം 19 കാണിക്കുന്നത്. എല്ലാ രീതിയിലും 36 ടെമ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതേ ഉള്ളൂ മാക്സിമം. എല്ലാം കൂട്ടി വെച്ചേക്കുവാണ്. എൻ്റെ അമ്മ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചു. ഈ ടൈൽസ് പോലത്തെ റോട്ടിൽ കൂടെ വേണം ഇനി ഓടിക്കാൻ വേണ്ടി. എല്ലാ സാധനവും ഫ്രീസിങ് ആണ് കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഏതാണ്ട് രാവിലെ എത്ര മണിക്കായിരുന്നില്ല പിന്നെ ഇത് സ്നോഫോൾ? രാവിലെ ഒരു 6-ന് 7 ഇടയ്ക്കുമാണ് നല്ല സ്നോഫോൾ. അത് കഴിഞ്ഞിട്ട് 11 മണിയായപ്പോൾ വീണ്ടും സ്നോഫോൾ വീഴുന്നു കേട്ടോ പറയുന്നത്. -7 ഫീൽ ലൈക്ക് 16 കാറ്റുള്ളതുകൊണ്ട്. എൻ്റെ പൊന്നെ ഊപ്പാട്ടിളക്കി. ഇന്നലെ രാത്രി നമ്മൾ കടന്നുറങ്ങി. 1 മണിക്ക് 45% സ്നോഫോൾ വീഴാൻ സാധ്യതയുണ്ട്. നൗ പിന്നെ സൂര്യനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്നോഫോളും സംഭവം അത് കഴിഞ്ഞ് രാത്രിയാണ്. ഒരു ഗതിയും പരഗതി ഇല്ലാഞ്ഞിട്ടാണ് ഈ സാധനം മേടിച്ചത്. അതിനാണ് ഒടുക്കത്തെ ചൂടായിരുന്നു. ആകെ ചൂടുള്ള ഒരു സാധനം കിട്ടി. ഈ സാധനം അവിടെ നിന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടി വെച്ച് തണുപ്പിച്ച് ഒറ്റയടി. ഇത് കഫേനാ. നമ്മൾ റെഡ് ബുള്ള് കുടിക്കുന്നേക്കാളും ഏറ്റവും നല്ല സാധനം ഉറക്കം വരയ്ക്കുന്നത് അതല്ലേ. ഇവിടെയൊക്കെ ചെളിയുണ്ട്. എല്ലാവരും ക്ഷമിക്കണേ. വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് വലിയ വലിയ ട്രിപ്പ് വന്നിട്ട് വീണ്ടും ചെളി അടിച്ചു. അതായത് ഇപ്പൊ ഒരു ട്രക്ക്, ആ ട്രക്കിലോട്ട് സൂം ചെയ്തേ. ആ ട്രക്കിന്റെ ബേക്കിനകത്ത് ചെളി ഉണ്ടോ? അത് വെള്ളം നനയുമ്പോൾ എങ്ങോട്ട് തെറിക്കും. 753 കിലോമീറ്റർ ഓടിച്ചാൽ ഇന്നത്തെ നമ്മുടെ ഗുസ്തി കഴിയും. ഇന്ന് എന്തായാലും ബോർഡർ എത്തും കേട്ടോ. നാളെ കയറത്തുള്ളൂ. നീങ്ങടാ പോയേക്കാം. ചലോ മോസ്കോ ഗൈസ്. ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട. ഇനി ഇത് അങ്ങോട്ട് ഇത് തന്നെയാണ്. അതുകൊണ്ട് അല്ല പിന്നെ ഇനി ഒരു 4 ദിവസം ഇവിടെ വിന്റർ ഉണ്ടാവുള്ളൂ. 4 ദിവസം കഴിഞ്ഞിട്ട് മഴയാന്നാ പറഞ്ഞത്. ആണോ? ആ കാലാവസ്ഥ നിരീക്ഷണൻ ലിബിൻ പറഞ്ഞതാ. കാലാവസ്ഥ നിരീക്ഷണൻ ലിബിൻ ആരോടും പറയണ്ട. നീ മഞ്ഞിന്റെ കട്ടി നോക്കിയല്ലേ. ഇവിടെ ഒന്നും ആരും കോരാനൊന്നുമില്ല കേട്ടാ. നല്ല ആറ്റിപ്പമ്പിലൊക്കെയാണ് അവര് കോരി. എന്റെ അമ്മയെ ട്രക്ക് വന്ന് വരവ് നോക്കി എത്ര ബ്ലോക്കായിരുന്നു കേട്ടാ. ഇപ്പം വിട്ടതുള്ളവനെ ബ്ലോക്കിൽ നിന്ന് ഇപ്പം വിട്ടതേ ഉള്ളൂ. എന്റെ അമ്മോ, ഇത് എത്ര ട്രക്കാ വന്ന് കയറിയാക്കുന്നത്. പിടിച്ചിട്ട വണ്ടികളായിരുന്നു മൊത്തം. അപ്പൊ നമ്മൾ ഇന്നലെ പോകാച്ച മഹാഭാഗ്യായിരുന്നു കേട്ടോ. എത്രണ്ണം അടുപ്പിച്ചടുപ്പിച്ച് വരുന്നതെന്ന് നോക്കിയേ. അവിടെ എന്തോ ബ്ലോക്കായിട്ടോ. പിന്നെ ഇത് ഇന്നലെ പിടിച്ചിട്ട വണ്ടിയാന്ന്. എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് പോരും. ഒന്നേലെന്തോ ആക്സിഡന്റ് നടന്നു. അല്ലെ മഞ്ഞ് കോരി കളഞ്ഞിട്ട് വിടുന്നതാണ്, അല്ലെങ്കിൽ എല്ലാ റൂട്ടും ക്ലിയർ ആയിട്ട് ഇവരെ വിടുന്ന കേട്ടോ. മാത്രമേ കുഴപ്പമില്ലാഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വരാൻ നേരത്തെ ഇപ്പുറം മഞ്ഞല്ലായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ള വണ്ടി ഇന്നലെ പിന്നെ പിടിച്ചിരുന്നുണ്ടായിരുന്നോ? ഇന്നലെ ഞങ്ങൾ എപ്പം തുടങ്ങിയ പരിപാടിയാണെന്നറിയാമോ? ഇന്നലെ ഞങ്ങളുടെ കിളി പോയി. ഗ്യാപ്പ് കിട്ടി കയറ്റിട്ട് കേട്ടോ. ഇല്ലല്ലേ കയറ്റിലുണ്ടോ? ഇത് നോക്കിയേ. ഈ കാണുന്ന റോഡ് മാത്രം നല്ല ക്ലീൻ ആയിട്ട് കിടക്കും. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും കഷ്ടമായിരിക്കും കേട്ടോ. ഇന്ന് രാവിലെ ഫുള്ള് ചൈനീസ് പിന്നെ വിൻഡ് കമ്പനികളുടെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം പിടിച്ചിട്ടാക്കുമല്ലേ. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ആ കാണുന്ന അവിടെ കണ്ടമാനം ട്രക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ട്രക്കുകൾ കുറച്ച് കുറഞ്ഞു. എന്തോ നോക്കിയാ നീ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ചുമച്ചു പോവാ. എന്തോരം ട്രക്കാന്ന് നോക്കിയാൽ രാത്രി റോഡിൽ വണ്ടി പിടിച്ചിട്ടുണ്ട്. ഭയങ്കര മഞ്ഞായതുകൊണ്ട് വേറെ കാര്യമാണ്. ഇവര് സ്പീഡിലാണ് പോകുന്നത്. എത്ര അപകടം തന്നാലും ഇവര് തിരിഞ്ഞു നോക്കില്ല. ഇവര് കാല് കൊടുത്തു തന്നെയാണ് പോക്ക്. അതും ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള പോക്ക് കേട്ടോ. ഞാൻ 60 കൂടുതലുള്ള പരിപാടിക്കില്ല കേട്ടോ. ഇന്നലെ നമ്മൾ 60 എടുത്തില്ല, 40 കിലോമീറ്ററിലാണ് നമ്മൾ പോയി. എല്ലാ വണ്ടിക്കാരും നമ്മളെ തെറിയായിരുന്നു. റോഡ് മാറിക്കൊടുക്കുക. നമ്മളെവിടെ പോകാൻ? നമ്മുടെ വണ്ടിക്കാണ് വിൻഡർ ടയറും ഇല്ല, ഒരു കോപ്പും ഇല്ല. നമ്മൾ പിന്നെ എങ്ങനെ ഓടാനാ? അതൊരു സത്യമായ കാര്യമാണ്. ഇത് ഫുള്ള് ചൈന വണ്ടിയാണല്ലോ. കറക്റ്റ് പിന്നെ ഈ എന്താ പറയാ പൊടി പോകുന്ന പോലെ മഞ്ഞ് റോട്ടിൽ കൂടി ഇങ്ങനെ തെറിച്ച് പോകുന്ന കാണാം കേട്ടോ. നമ്മളവർക്ക് ഇത് വേറെ എന്തെങ്കിലും നമ്മൾ ഫസ്റ്റ് നോക്കാൻ നേരത്തെ ഞെട്ടും റോഡ് എന്നാ സംഭവമാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിന് മാറുന്ന ശക്തമായ കാറ്റാണ്. ആ കാറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന
ഈ ഐസ് ഇതേപോലെ തന്നെ പൊടികൾ കേട്ടോ, ഐസ് പൊടികൾ ഇതേപോലെ റോട്ടിൽ കൂടെ ഇങ്ങനെ ചെതറി പോകുന്നുണ്ടോ. ഇതുണ്ടോ തണുപ്പത്ത് ഗ്രാമങ്ങളുടെ അവസ്ഥ. ഇങ്ങനെ മാറി ട്രക്ക് എന്തോരോ ട്രക്കാ വരുന്നത് നോക്കിയേ. ഗ്രാമത്തിന്റെ അവസ്ഥയും മനുഷ്യന്റെ അവസ്ഥയും ഏകദേശം ഇവിടെ കണക്കാ. എന്താ പോന്നെ. ഹായ് ഗൈസ് നോക്കൂ, അതായത് വളരെ ശ്രദ്ധിക്കണം, കാരണം ചവിട്ടിയാ കിട്ടില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കട്ടെ, നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അവർ വിചാരിക്കുന്നത് പോട്ടെ എന്ന് വിചാരിക്കുള്ളൂ. അവരെങ്കിലും ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ ചവിട്ടിക്കാനൊക്കെ കിട്ടില്ല. ഗിയർ ഡൗൺ ആക്കി നമുക്ക് ഒരു ഗ്രാമം നോക്കിയേ, ഫുള്ള് മഞ്ഞ് വീണ് മൊത്തം എല്ലാ ഭാഗങ്ങളും മഞ്ഞ് വീണ് കിടക്കും കേട്ടോ. അവിടെയൊക്കെയുള്ള മനുഷ്യന്മാരെ സമ്മതിക്കണം കേട്ടോ. ലഡാക്കൊന്നും അല്ല ഇവർക്ക് ഫെസിലിറ്റി എനിക്കറിയില്ല കേട്ടോ എത്രത്തോളം ഇവര് ഇതിനോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുന്ന സംഭവങ്ങളൊന്നും കാര്യം. പോലീസൊക്കെ ഉണ്ട്, നിർത്തിയ കണ്ടാ പിടിക്കും കേട്ടോ, 100% ഉറപ്പാണ്. പിന്നെ ഇവരെക്കാളും സമ്മതിക്കണമെന്ന് സൈബീരിയ, റഷ്യ, യാഷിക്ക ആ മേഖലയുള്ള ജനങ്ങളെയാണ് സമ്മതിക്കേണ്ടത്. അവിടെയെന്ന് വെച്ചാൽ മഞ്ഞെന്ന് വെച്ചിട്ട് 42 ഞങ്ങളെ ഒന്ന് നോക്കിയേ. ഈ കാറ്റെന്ന് പറഞ്ഞോണ്ടല്ലോ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാറ്റാട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ എന്താ പറയാ, കടല് കിടക്കുന്ന പോലെ ഇവിടെ കിടക്കുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപ്പുവാടം കിടക്കുന്ന പോലെ ഫുള്ള് അങ്ങ് കിടക്കുന്നത്. അതായത് നമ്മൾ ചെക്കിലൊക്കെ പോയില്ല, കച്ചിലൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ മഞ്ഞയൊക്കെ. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ ഇപ്പൊ നമുക്ക് നടന്നു പോകാം, പക്ഷെ 2-3 ദിവസം കഴിഞ്ഞാൽ താന്നു പോകും അല്ലേ. അപ്പൊ മറ്റേ മഞ്ഞിന്റെ ഇത് കുറയും. ട്രക്കുകൾ എന്തോരം വരുന്നത്, ട്രക്കുള്ളൂ കേട്ടോ, വേറെ വണ്ടികളൊന്നും വലുതായിട്ട് കാണാനില്ല. വേറെ സംഭവം അറിയാമോ, നമ്മൾക്ക് യൂറോപ്പിൽ എവിടെയെങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് പുഴയുടെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാന്നുള്ള സ്ഥലം എവിടെയായിരുന്നു? കാനഡ. അതേപോലെ എനിക്ക് തോന്നുന്നു ഇതിലെ വണ്ടി ഓടിക്കാന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞാൽ മെനു ബോർഡൊക്കെ ഫ്രീസ് ആവും. എനിക്ക് അങ്ങനെ തോന്നുന്നത്. എന്റെ മെനു ബോർഡൊക്കെ ഫുള്ള് തണുത്തുറച്ചു വടിക്കഷ്ണം പോലെ. നിന്റെയോ? എനിക്ക് കുഴപ്പമില്ല. ഗൈസ് നോക്ക്, ഏകദേശം എല്ലാം തീരുമാനമായി. എങ്ങനെങ്കിലും അവർ ബ്ലോക്ക് ചെയ്ത് ഇവിടുത്തെ പോകണം കേട്ടോ. ഗ്രാമമൊക്കെ നിൽപ്പ് നോക്കിയേ. ഞാൻ ട്രക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കടാലി പിന്നെ എന്നെ എടുത്തോണ്ട് പോയി. ഇന്നലെ ഭയങ്കര കോമഡി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ട്രക്ക് പോയപ്പോൾ ഡോറ് പിടിച്ചോണ്ട് വന്നു. ഡോറ് എന്നെ കൊണ്ട് ഒരുമിച്ച് എടുത്തോണ്ട് പോയെ. കഴിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം കേട്ടോടാ. പക്ഷെ ഈ സാധനം നല്ല കേട്ടോ. ഈ സാധനം നല്ലതാ. ഈ പ്രാവശ്യം മേടിച്ച ക്ലോത്തുകളൊക്കെ ഒന്നിനൊന്നിനും മെച്ചം കേട്ടോ. എല്ലാം ഉപകാരപ്പെട്ടു. ഇത് ടച്ചൊക്കെ ഉണ്ടെന്നാ പറയുന്നത് എന്നോട്. എന്നാ ഇതിൽ ടച്ച് ചെയ്യാം. അത് വലത്തെ കയ്യിലേ ഉള്ളൂ. ഇത് ഇതല്ലേ, ഇതിൽ ടച്ച് ചെയ്യാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട്. നോക്കട്ടെ, ടച്ച് ചെയ്ത് നോക്കട്ടെ. ടച്ച് ചെയ്യാം. ഇത്രയും മഞ്ഞത്ത് ബെൽറ്റ് ഇടാൻ പറ്റില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഉളുക്കി പോവുക ശരീരം. അതുകൊണ്ട് ബെൽറ്റ് ഇടാതെയാണ് ഓടിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. ഭയങ്കരമായിട്ട് ഉളുക്കുവാണ് ശരീരം. സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടി ബെൽറ്റ് ഇട്ടാലും എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിന് ബയർ ബാഗ് ഒരു സാധനം ഇല്ല അല്ലേ. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി നമുക്ക് അടങ്ങിയിരിക്കാം. അത്രേ ഉള്ളൂ. നോക്കൂ, ഇങ്ങോട്ട് നോക്കിയോടാ. ഗ്രാമം നോക്കിയ ഫുള്ള് കുളിച്ച് നിൽക്കുക കേട്ടോടാ. എന്ത് രസമല്ലേ കച്ചിയുടെ ഒക്കെ മേളിലാ മറ്റേ ഐസ് കിടക്കുന്ന വീട് നോക്കിയവര്. പക്ഷെ അത്ര വലിയ വീടുകളൊന്നും അല്ല കേട്ടോടാ, ചെറിയ വീടുകൾ. എനിക്ക് തോന്നിയെന്ന് ചോദിച്ചാൽ ഇവര് ഇത്ര മഞ്ഞ് വരുമ്പോൾ ടൗണിലോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. ആളെ ഒന്നും കാണാനില്ല ഇവിടെ ഒന്നും. ആളെ ഒന്നും കാണാനില്ല. ഫൈനലി നമ്മൾ ഇതിലെ പോവാണ്. എത്രത്തോളം ഓടി എത്താൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. കാരണം മുന്നോട്ട് എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് വീടുന്ന റോഡ് എത്രത്തോളം നമുക്ക് പോസിബിൾ ആണ്, തുറക്കോ ഇല്ലയോ നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല ഇവിടെ. ഈ കാണുന്ന കുതിരകളെ സമ്മതിക്കണം കേട്ടോ, ഈ തണുപ്പത്ത് മേയുന്ന കുതിര മാത്രമല്ല, പിന്നെ ഇന്നലെ കുറുക്കം കണ്ടായിരുന്നോ? ഈ ഉണക്കപ്പുല്ലാണോ തിന്നുന്നത്? വേറെ എന്നാ അവർക്ക് വിശന്ന് കഴിഞ്ഞാൽ വേറെ എന്നാ ചെയ്യുവനെ? വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. വിന്ററിൽ ശരിക്കും ഈ മൃഗങ്ങളാട്ടോ ശരിക്കും ഇവിടെ പെടുന്നത്. ഇവിടെ മാനുണ്ട്, മ്ലാവുണ്ട്, പിന്നെ ഈ ചെന്നായി പോലത്തെ സാധനങ്ങളുണ്ട്. അങ്ങനെ പല പല സാധനങ്ങളുണ്ട് കേട്ടോ. ഈ പിന്നെ മാനുണ്ടല്ലോടാ. മാനുണ്ട്. ഇന്നലെ പുള്ളിമാനെ കണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് കിടന്നുറങ്ങാൻ വേണ്ടി അപ്രോക്സിമേറ്റ് ചെലവായത് 8 ലിറ്റർ ഡീസലാട്ടോ. 8 ലിറ്റർ ഡീസൽ. പിന്നെ ഈ പ്രാവശ്യം മേടിച്ച നമ്മൾ ഇതിൻ്റെ അത് മേടിച്ച എണ്ണ കുറവാട്ടോ കയറുന്നത്. അതിന് 4 ലിറ്റർ കയറുന്നുള്ളൂ. ആ 4 ലിറ്റർ നമുക്ക് ഒരു രാത്രി കിട്ടുന്നില്ല അല്ലേ. സത്യമാട്ടോ. ഇന്നലെ ഞങ്ങൾ ഫുൾ ഇട്ടു. ഗുസ്തി മൊത്തം കാണിക്കുന്ന എത്രയില്ലാന്നറിയോ? ഫീൽ ലൈക്ക് 16 മൈനസ്. ഏറ്റവും പ്രശ്നം എന്താണെന്നറിയാവേ, റോഡിൽ കൂടെ ഗുസ്തി കളിക്കില്ല കേട്ടോ. ടൈൽസ് പോലെ തിന്നുവാ. ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചേ പോകുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ നിർത്തിയിട്ടും വളരെ സാവധാനം ട്രക്കിൻ്റെ തിരക്ക് കുറഞ്ഞേ പോവുള്ളൂ. കാരണം ഇവിടെയുള്ള വണ്ടികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ സർവീസ് സാധനം കിട്ടും. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെരുവഴിയില്ല കേട്ടോ. ആ കാണുന്ന വണ്ടിയില്ലേ, അത് റഷ്യയുടെ എന്തോ സർക്കാർ വണ്ടി പോലെ എനിക്ക് തോന്നുന്നു. അതിനോട് അങ്ങനെ പറഞ്ഞേ. റഷ്യയുടെ മറ്റേ പതാക എല്ലാ സാധനം വണ്ടിയിലുണ്ട്. നോക്കിയ ഫ്രണ്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്. വണ്ടിയാ. അതെ കേട്ടോ അല്ലേ. പോടാ ദീപി, എടുത്തോ. മടുക്കാനോ ക്ഷത്രിയന്മാർക്ക് ഇതില്ല. എന്തില്ല?
ക്ഷത്രിയന്മാര് മാറി നിന്നാ കരയുള്ളൂ. കണ്ടു ഫൈനലി ഞങ്ങൾ വണ്ടി എടുക്കട്ടെ കേട്ടോ. ഒരു അടി പതറിയ പണി പാളി കേട്ടോ. നോക്കിക്കേ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. എവിടെയോ വീഴുന്നുണ്ട്, കാറിന്റെ ഒക്കെ ടോപ്പിൽ മഞ്ഞുണ്ട്, ഫ്രണ്ടിൽ എവിടെയോ നല്ല രീതിയിൽ സ്നോഫോൾ പെയ്യുന്നുണ്ട്. ഞങ്ങളാണല്ലോ പ്രാർത്ഥിച്ചോണ്ടാ പോകുന്നത്, ഒന്നും വീഴല്ലേ 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 എന്ന്. വീട് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ റോഡ് ബ്ലോക്ക് ആകുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനും പദ്ധതികളൊക്കെ പാളും. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഞങ്ങള് കില്ലക്രിസ്റ്റാൽ വരെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അതെ, ഇത്ര അപകടം കണ്ട് റോഡ് ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഭയങ്കരം ഡേഞ്ചർ റോഡുകളായിട്ട് ഇവിടുത്തെ റോഡുകൾ ഫുൾ അപകടം നിറഞ്ഞു. ഇന്നലൊക്കെ വരുന്നിടത്ത് അപകടം കണ്ടുകൊണ്ട് തന്നെ മനസ്സിന്റെ കിളി പോയി. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തെ സ്ഥലത്തോടെ ഇനി ചെന്ന് കയറി കൊടുക്കുന്ന റഷ്യ. പിന്നെ നമ്മൾ കില്ലക്രിസ്റ്റാലൊക്കെ പോയ സമയത്ത് അത് വണ്ടി പോയിട്ട് കുഴിയിൽ പോകും, ആരും കാണൂല. മറ്റേ പുറകെ വരുന്ന വണ്ടിക്കാർക്ക് ഞെട്ടല് വരൂല. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് സ്റ്റേറ്റ് റോഡിൽ തന്നെ അടിച്ച് കിടക്കുമല്ലോ വണ്ടികള്. മഞ്ഞ് നീക്കുന്ന മിഷ്യൻ കണ്ടോ? ഇങ്ങോട്ട് വണ്ടി വ്യത്യാസം വന്നല്ലോ. ഇവന് മഞ്ഞ് നീക്കുന്ന മിഷ്യൻ തന്നെയാ. മഞ്ഞ് നീക്കുന്ന മിഷ്യൻ അതെ വാരിക്കളയുന്ന അതെ മഞ്ഞ് വാരിക്കളയുന്ന. അതിനകത്ത് മഞ്ഞ് കണ്ടില്ലേ? പോകുന്ന വഴി കണ്ടോ? മരത്തിനൊന്നും ഇലയൊന്നുമില്ല കേട്ടോ. 5-6 മരവും ഉള്ളു, അതും മഞ്ഞാറും പോകും. ഗൈസ് നോക്കിയാ, മരമൊക്കെ നിൽക്കുന്ന നോക്കിയേ, ഫുള്ള് മഞ്ഞ് വീണ് പോകുന്ന വഴിയൊക്കെ മൊത്തം മഞ്ഞാട്ടോ. ഇപ്പൊ ചെറിയ രീതിയിലുള്ള സ്നോഫോള് പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ എത്താതെ നമുക്ക് നെറ്റും ഇല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച മാപ്പിലാണ് നമ്മൾ ഓടുന്നത്. ഓരോ ഗ്രാമങ്ങൾ കിടക്കുന്ന കിടപ്പ് നോക്കിയോടെ താമസമൊക്കെ ഉള്ള കേട്ടോ. ഇതിലാന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ അന്ന് വന്നേ. ഇതിലാന്ന് തോന്നുന്നു കേട്ടോ. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇത്ര മഞ്ഞ് വീണ സ്ഥലത്ത് താമസമുള്ള ഞാൻ ആദ്യമായിട്ട് ഇവിടെയാ കാണുന്നത് കേട്ടോ. ഇവർക്ക് വീട്ടിലോട്ട് എങ്ങനെ കയറി പോന്നേ? വീട്ടിലോട്ട് എങ്ങനെ ഇവര് കയറി പോവാ? വഴി ഏതാ ഇത് നോക്കി, അങ്ങോട്ട് കടൽ കിടക്കുന്ന പോലെ കിടക്കുക കേട്ടോ മഞ്ഞ്. ഗൈസ് റോഡ് ഇച്ചിരി വൃത്തിയുള്ളതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല കേട്ടോ. റോഡിലും മഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി പണിക്കുറ്റി തീരുമല്ലോടാ ലിപിയെ. കൂടെ തണുത്ത് കഴിയുമ്പോൾ റോഡും ടയറും തമ്മിലുള്ള ബന്ധം അങ്ങ് നിൽക്കും. അന്നപ്പോഴാണ് പണി. നമ്മുടെ ടയറേ ഈ തണുപ്പണിക്കുന്ന കരിങ്കല്ല് പോലെ ഇവരെ ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് വലിയ കുഴപ്പം. ഇത് അന്ന് പോയ റൂട്ട് തന്നെ ആടാലിവി ആണോ? ഉറപ്പ് തന്നെയാ? ഏകദേശം എനിക്ക് അങ്ങനെയൊക്കെയാ തോന്നുന്നത്. മഞ്ഞ് കിടക്കുന്ന നോക്കിയേ, ഇത് മതി സ്ലിപ്പാകാൻ. എവിടെ വേറെ കാര്യമുണ്ട്, ഇങ്ങോട്ട് വരാൻ നേരത്ത് വണ്ടി ഇച്ചിരി കുറവുണ്ടല്ലോ. എന്താ കാരണം? ഇവര് പിടിച്ചിട്ട് കാണുമോ? ഫ്രണ്ട് പിടിച്ചിട്ടില്ലെന്ന് അറിയത്തില്ല. നമ്മളെ ടെൻഷൻ അതാ, പിടിച്ചിടരുത്. പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി പോയ ലോറികളാ പെട്ടു. അതായത് റോഡ് ഉണ്ടാക്കുന്നതൊക്കെ JCB വന്ന് റോഡ് ഉണ്ടാക്കി 24/7 സർവീസ് ഉണ്ടാവും. 24/7 അവരവിടെ പെട്ടുപോയതാണ്. ഞങ്ങൾ കുറച്ചു നേരം ഒതുക്കിട്ടോ വണ്ടി. റോഡ് ഇതേപോലെ ക്ലീൻ ആക്കുന്നല്ലേ. പിന്നെ എന്റെ കാലൊക്കെ ഉണ്ടല്ലോ, ഓടിക്കാൻ പോലും പറ്റുന്നില്ല. ദൂരേന്ന് കാണാൻ നേരത്ത് മഞ്ഞൊരു രസമാണ്, അടുത്ത് ചെല്ലുമ്പോൾ അണ്ടിയോട് അടുക്കണം. മാങ്ങയുടെ രുചി അറിയണേല് എന്നുവെച്ചാൽ ഇങ്ങോട്ട് വരണം, ഇതിന്റെ സുഖം അറിയണുണ്ടോ? എൻ്റെ അന്നങ്ങാൻ പറ്റത്തില്ല, കാല് മരച്ചു. സോക്സ് മറ്റേ സോക്സ് ഇട്ടൊന്നും രക്ഷയില്ല കേട്ടോ. മറ്റേ ദിവസം ഞാൻ ഇട്ട സ്ഥലം ഒന്ന് കാണിച്ചു തരാം. എനിക്കൊന്ന് സൂസു ഓടിക്കണം. നീ ഇറങ്ങി വേടാ. സൂസു എനിക്ക് വേണ്ട, സൂസു പെട്ടുപോകും. എൻ്റെ ഓടിക്കാൻ പറ്റണില്ല കേട്ടോ. കാല് മരച്ചിട്ട് ഒരു രക്ഷയില്ല. എന്തോ ഒരു ട്രക്കാ പോകുന്നതെന്ന് നോക്കിയാൽ ട്രക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ്രും ചങ്കരാതിക്കും മാത്രമേ ഉള്ളൂ അതായത് കാറ്. ഇത് പോലീസിൻ്റെ താൽക്കാലിക പോസ്റ്റാണ്. അതായത് സ്നോഫോൾ ആയല്ലോ, സ്നോഫോൾ ആയി കഴിഞ്ഞപ്പം പിന്നെ 24 മണിക്കൂറും ഇപ്പോൾ ഈ സംഭവം ഇവിടെ വേണം. അതായത് ഈ കാണുന്ന ഓടിക്കളിക്കുന്ന മറ്റേ വണ്ടി കണ്ട, ആ മഞ്ഞ് നിൽക്കുന്നത്, അത് മഞ്ഞ് നിൽക്കുന്ന കേട്ടോ കാണുന്നത്. മഞ്ഞ് തള്ളി റെഡിയാക്കുക. കാരണം ഈ പെട്രോൾ പമ്പ് മൊത്തം മഞ്ഞാണ്. അപ്പോൾ ഈ പെട്രോൾ പമ്പിലേക്കുള്ള വഴിയും സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നതൊക്കെയാണ് നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. ഗ്ലൗസ് ഊരി നിൽക്കാൻ പറ്റില്ല കേട്ടോ, കൈ പോകും, 100% ഉറപ്പാണ്. എൻ്റെ അമ്മോ എന്താ തണുപ്പ്, ഓടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ ഫ്രണ്ടിൽ കൂടെ ഉള്ള കാറ്റെല്ലാം കൂടെ വന്ന് മേളിലേക്ക് കയറിയിട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല കേട്ടോ. കാലും മരയിച്ചു. റോഡ് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ചവിട്ടാം, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇരുന്നെങ്കിൽ. ഈ സാധനമാണ് ഇവിടെ 24 മണിക്കൂറും കാണണം കേട്ടോ. കാരണം ഏത് നിമിഷം മഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണ് വെതർ പറയുന്നത്. അപ്പോൾ ഇത് പോലീസിൻ്റെ സർവീസാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എൻ്റെ അമ്മോ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ കിടക്കുന്ന കിടപ്പ്. എൻ്റെ അമ്മോ ഇവിടെയൊക്കെ വസിക്കുന്ന അന്തേവാസികളെ സമ്മതിക്കണം കേട്ടോ. കിളി പാറിപ്പോവും, കിളി. എൻ്റെ അമ്മോ ഇത് നോക്കിയേ, പോസ്റ്റൊക്കെ നിൽക്കുന്ന നോക്കി. ഇവിടെ പിന്നെ കരണ്ട് പോക്കൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാ സ്ഥലത്തും ഹീറ്ററും സംവിധാനമൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വലിയ തലവേദന സംവിധാനങ്ങൾ അങ്ങനെയില്ല. ഒരു അസർബൈജാൻ ട്രക്ക് കേട്ടോ പോകുന്നത്, അസർബൈജാൻ. നോക്കിയാൽ മഞ്ഞിൻ്റെ അകത്തോടെ കട വെച്ച് പോകുന്നത്. നമ്മളൊക്കെ പെട്രോൾ പമ്പിൽ കയറ്റുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കിയാൽ അങ്ങനെ സൈഡിൽ വേറെ ഒരെണ്ണം വരുന്നുണ്ടോ.
എൻ്റെ അമ്മോ, ഇവിടെ ഈ മഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. ഇത് കുറുക്കനാണോ പട്ടിയാണോ കാഴ്ച ഇത് അറിയാവുന്നവരൊന്ന് കമന്റ് അടിക്കണം കേട്ടോ. ഈ ഭാഗത്ത് അത് കുറുക്കനാന്ന് തന്നെ എൻ്റെ ചിന്ത. കുറുക്കനാടാ ഉണ്ടോ നോക്കിയ വാല് താത്തിയാണ് പോകുന്നത്. ഇവിടെ കണ്ടമാനം ഉണ്ടോ ചെന്നായും കുറുക്കനും ഇവിടെ. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഭക്ഷണമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്നാൽ ഇപ്പൊ ഇവന്റെ മുന്നിലെങ്ങാനും ചെന്ന് ചാടിയാൽ നമ്മൾ അവരുടെ ഭക്ഷണമാവും കേട്ടോ. കസാക്കിസ്ഥാന്റെ വ്യവസായ ഏരിയകളാണെന്ന് തോന്നുന്നു ഈ കണ്ടിട്ട്. ആ ശരിയാണല്ലോ, വ്യവസായ ഏരിയ കുറെ പുകയൊക്കെ പൊങ്ങുന്നുണ്ടല്ലോ ഇവനെ. കൈസ് നോക്ക്, ഏകദേശം കണ്ടിട്ട് അങ്ങനെ ആ കാർ ഉണ്ടാക്കുന്ന ഫാക്ടറിയാടാ. ഇവിടെ കാർ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ കാറൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? മാനുഫാക്ചറിങ്. ഏത് കമ്പനിയാടാ? ഏതാ നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. ചൈനീസ് ആണോ അതോ കമ്പനി ആയിരിക്കും? റഷ്യൻ ആണോ? നോക്കിയേ, ഏതാ നോക്കിയേ. ഒന്നും കാണാനില്ല ഇവനെ, കാണാനില്ല. ഓ ഗൈസ്, എന്തോ ഒരു കമ്പനിയാന്ന് ഞങ്ങൾക്ക് അറിയാം കേട്ടോ. കാറ് കുറെ ഫ്രണ്ടിലുണ്ട്, കാറുണ്ട് കുറെ ഫ്രണ്ട്. കാർ കമ്പനി അല്ല ഇവനെ, വേറെ കമ്പനിയാണ്. റൈവൽ ക്രോസ് ആട്ടോ ഈ കാണുന്നതാണ്. ഇങ്ങനെയാണ് റൈവൽ ക്രോസ്. ഇവിടുത്തെ റഷ്യൻ എസ്യുവിയാ വരുന്നത്. ഇത് കണ്ടോ, ഇത് റഷ്യയിലോട്ട് പോകണ്ട. ഓ ഗൈസ്, ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിലുള്ള, അതായത് ഒരു 10 ഇരട്ടി തണുപ്പാട്ടോ. പക്ഷെ ഈ മഞ്ഞ് നല്ല രീതിയിലുണ്ടെങ്കിലും നേരത്തെ അത്ര മഞ്ഞിന്റെ ആ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലടാ ലിബി. ഇല്ല, ഇവിടെ നേരത്തെ അങ്ങോട്ടായിരുന്നു. ഇതെന്നാടാ ഈ വൈഡ് പോലെ പോകുന്നത്? ഇതെന്തിനും ചൂടുവെള്ളം പോകുന്നോ അല്ല എണ്ണ പോകുന്ന എന്തെങ്കിലും ഇതായിരിക്കും. ഇവിടെയൊക്കെ കണ്ടമാനം ഈ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട് കേട്ടോ. ഗ്യാസ്, പിന്നെ അതേപോലെ തന്നെ ഓയില്, ക്രൂഡ് ഓയിൽ, അത് ഇത് അങ്ങനെ എല്ലാം റഷ്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലടാ ലിബി, നമ്മൾ അക്തോബ എന്ന് പറഞ്ഞ ടൗൺ അടുക്കാറായിട്ടോ. അത് അത്യാവശ്യം വലിയ ടൗൺ ആണ്. അത് അടുക്കുന്നതിൻ്റെ മുന്നായിട്ടുള്ള ഗ്രാമങ്ങളും ഇത് അത്യാവശ്യം പോഷ് ഏരിയ കേട്ടോ. അത് കണ്ടറിയാം. സാധാരണ ഏരിയയിൽ നിന്നും വളരെ വ്യത്യസ്തമായുള്ള സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് ഇഷ്ടം പോലെ കിടിലം വീടും എല്ലായിടത്തും മഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കും കേട്ടോ. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനായിട്ടൊന്നുമില്ല. ആകെ വെളുത്ത നിറത്തിലുള്ള ഈ ഒരു സംഭവം അല്ലാതെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഇതാണ് ചൈനീസ് കമ്പനികൾ വിൻഡ് മിഷൻ സ്ഥാപിക്കുന്നതാണ് ഈ കാണുന്നത്. ഏറ്റവും വിലക്കുറവ് ഏറ്റവും നല്ലതും ഇന്ത്യയുടെ സാധനമാണ്. അതായത് ഫുള്ള് ചൈനക്കാരായിട്ട് ഇതിൻ്റെ അകത്ത് അവര് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നതാണ്. ഇവിടെ എവിടെയോ ചെയ്യുന്നതാണ് ഈ സംഭവം. യൂറോപ്പിലോട്ട് പോകുന്നത് യൂറോപ്പാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഏതാ നമ്പർ പ്ലേറ്റ് ഒന്നും കണ്ടിട്ട് പോലും മനസ്സിലാകുന്നില്ല. ഇപ്പം തന്നെ ഇതിന്റെ പെയിന്റ് ഒക്കെ പൊങ്ങുന്നുണ്ടല്ലോ. ഏറ്റവും നല്ലതും ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും ഗുണനിലവാരമുള്ളതും നമ്മുടെയാണ്. നോക്കിയാൽ നമ്മളിവിടെ നിൽക്കേണ്ട ഗതിയായി പോയിട്ടോ. ലിബിനെ, നമ്മളിവിടെ നിൽക്കേണ്ട ഗതി. വണ്ടിയെല്ലാം ബോട്ട് എടുത്താൽ മതി, ചവിട്ടിയാൽ കിട്ടൂല. അതാണ് ഏറ്റവും വലിയ വിഷയം. എടാ ആ വശത്തൊക്കെ നോക്കിയോടാ ലിബി, ഇവിടെയൊക്കെ മഞ്ഞ് വീണ് നടക്കുന്നു. നോക്കിയേ, വീടിന് മേലോട്ടൊക്കെ അല്ല, കടയുടെ മേലോട്ട്, വീടിന്റെ മേലോട്ട്, വണ്ടിയുടെ മേലോട്ട്. നമ്മളെ കുറച്ച് കയറ്റി പിടിക്കണം, അവിടെ വണ്ടികൾ ഒതുക്കിക്കോളും. കസാക്ക് നമ്പർ പ്ലേറ്റ് തന്നെ കേട്ടോ. मैं कहता आँखों की देखी, तू कहता कागज की लेखी, तेरा मेरा मनवा एक कैसे हो मैं कहता, तू कहता, मैं कहता. ഇതാണ് പെഡൽ. റോഡും ഇല്ല, മഞ്ഞും ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല കേട്ടാ. കട്ടറുള്ള വണ്ടി എവിടെയെങ്കിലൊക്കെ പിടിച്ചിരിക്കും. അല്ല, തെന്നിപ്പോവുള്ളൂ കേട്ടോ. മഞ്ഞെടുത്തെടുത്തെടുത്ത് റോഡിന് മറ്റേ ഇത് ചവിട്ടിയാ നിൽക്കൊന്നുമില്ല. പോലീസുകാരനായിരുന്നു അത്. ആണോ? പുള്ളിയാണോ നമുക്ക് ക്രോസ് ഇട്ടേ? പോലീസുകാരൻ എവിടെ? അതാ പോകുന്ന കറുത്തക്കാർ. നേരത്തെ ക്രോസ് ഇട്ടല്ലേ ഗൈസ്. കണ്ടമാനം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അക്തോബ കേട്ടോ. അക്തോബ എന്ന് പറഞ്ഞ ഒരു മെയിൻ ടൗൺ ആണ് കസാക്കിലെ. കഴിഞ്ഞ പ്രാവശ്യം അക്തോബ വന്നപ്പോ റോഡ് നല്ലതായിരുന്നല്ലോ. അതായത് അൽമാട്ടി, അസ്താന, അക്തോബ, അക്തറാവ്, ഇങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. ഇത് എടോ ഇവിടെ ചവിട്ടിയൊന്നും കിട്ടില്ല കേട്ടോ. വണ്ടി തെന്നിപ്പോയി ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. നല്ല ടൈല് പോലെ തന്നെ ഇരിക്കുക കേട്ടോ. ടൈല് പോലെ തന്നെ ഇരിക്കുക. ഗൈസ്, വെരി കെയർഫുൾ. നമുക്ക് 3 കിലോമീറ്റർ കഴിഞ്ഞാൽ തിരിയേണ്ടത്. വണ്ടി ചവിട്ടിയാൽ നിൽക്കൊന്നുമില്ല കേട്ടോ, അങ്ങ് പോവും. സിഗ്നൽ വന്നിട്ടൊന്നുമില്ലോ. ഇല്ല. then ഇവിടുത്തെ ഇത് മാറ്റാത്തെ ഏത് മഞ്ഞ മഞ്ഞ് മാറ്റാൻ റോഡ് ഉണ്ടാവില്ലല്ലോ. ഗൈസ് ഫൈനലി നമ്മളിപ്പം രാത്രി ആകാറായി. ഫ്രണ്ടിൽ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ, അത് ആദ്യം ചെയ്ത് തീർക്കട്ടെ. ഫ്രണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് കാറ്റ് കയറും. 100 കിലോമീറ്റർ ഉണ്ട്. നോക്കി 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 അങ്ങനെ തന്നെ പോയാ എൻ്റെ അമ്മ ജസ്റ്റ് മിസ് കേട്ടോ. എൻ്റെ
എല്ലാ വണ്ടിയും ഭയങ്കര തിന്നുന്നുണ്ടല്ലോ. മണ്ടത്തിലോട്ടോ കാണിക്കുന്നത്. നമ്മളും തിന്നുന്നുണ്ടല്ലോ. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കേട്ടോ പോകുന്നത്. മെല്ലെ മെല്ലെ പോയാ ബസ്സാണ് കാരണക്കാരൻ. ബസ്സാണ് കാരണം. ഇവർക്കൊന്നും ക്ലീൻ ആയിക്കോട്ടെ. നമ്മുടെ വണ്ടി ബേക്ക് തന്നെ സ്ലിപ്പായി. നമ്മുടെ വണ്ടിയുടെ ബേക്ക് സ്ലിപ്പായി. ഫോർ ടിക്കറ്റ് ഇട്ടെടുത്തേ. ഫോർ ടിക്കറ്റ് ഇട്ടുകൊടുത്തേ. എൻ്റെ അമ്മോ, ഇതിന് അതിൻ്റെ ഇടയ്ക്ക് റെഡ് സിഗ്നൽ എങ്ങനെ നിർത്താനാ? ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെ പടപടാന്ന് അടിക്കും. അതാ ചവിട്ടി കിട്ടും. ഒരു വണ്ടിയും ചവിട്ടി കിട്ടുന്നില്ല. പക്ഷെ എന്തൊരു കഷ്ടമെന്ന് നോക്കിയേ. ഒരു ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഫോർച്യൂണാണ് ഇവിടുത്തെ ലാൻഡ് ക്രൂസർ പ്രാഡോ. ഇതേ പോകുന്നത് തന്നെ തന്നെ. ഇവരെ ഒരു കുഴപ്പമുണ്ട്. ഇത്രയും മഞ്ഞ് തെന്നലാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അടുപ്പിച്ചടുപ്പിച്ചാ വണ്ടി പിടിക്കുന്നത്. ഞാൻ പോകൂല, ഞാൻ പതിയെ പോകുള്ളൂ. ഇവിടെ എന്നാ ബ്ലോക്ക് ഉണ്ടായാലും ശരി, ഇവിടുത്തെ ട്രാഫിക് തെറ്റിയാലും ശരി, ഒക്കെ പിന്നത്തെ കേസാട്ടോ. അതാ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വണ്ടിക്കാണ് ഇൻഷുറൻസ് പോലും ഇല്ല. എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. തട്ടിയാൽ നമ്മളെ തീരുമാനമായിട്ടോ. ഇത് എന്തൊന്നാടാ ഇങ്ങനെ ഇനി ടയർ തന്നെ സാധ്യതയുണ്ട്. ടയർ റോഡില് നല്ല വണ്ടികൾ തെന്നുന്നു. 4x4 ഒക്കെ 4x4 വണ്ടിയാണ് തെന്നിയത്. താവെന്ന് പറഞ്ഞ ടൗണിൽ നമ്മൾ എത്തിയിട്ടോ. ഇത് നോക്കി, ഈ സൈഡിൽ കിടക്കുന്ന മഞ്ഞ് നോക്കി. ഇവിടെ അത്രയും മഞ്ഞ് ഇന്നലെ നമ്മുടെ നാട്ടിലെ റോഡ് പണിക്ക് മറ്റേ മണ്ണ് കോരിട്ട് സൈഡിലിട്ടാക്കുന്ന പോലെ മഞ്ഞ് കോരി സൈഡിലോട്ട് ഇരുന്നല്ലേ. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരെന്നുള്ളത് ഇപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, കാല് രണ്ടും മരച്ചു. ഈ കാണുന്ന ചൈനയിൽ നിന്ന് റഷ്യക്ക് പോകുന്ന വണ്ടികളാട്ടോ. അത് അവിടെയും കിടപ്പുണ്ട് കുറേ. ഇനി അടുത്തൊരു ഭാഗ്യം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നിന്ന് ടോയ്ലറ്റിൽ പോകണം എത്ര സ്വസ്ഥമായിട്ട് പോവാം. മഞ്ഞ് പിടിച്ച് കിടക്കുന്ന ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താടാ. നീ 1X തന്നെ ഇട്ട് കാണിച്ചു കൊടുക്കുക. ചെല്ല്, അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. മണോന്ന് പറഞ്ഞുണ്ടല്ലോ, എൻ്റെ അമ്മോ ഫുൾ മഞ്ഞ്. അതിൻ്റെ അകത്ത് കയറടാ. ഇതിൻ്റെ അകത്ത് ആൾക്കാർക്ക് കണി കാണിച്ചു കൊടുക്കുക. ഇവിടെ കാണുന്നുണ്ട് ഇവരെ. അമ്മോ മണമെന്ന് പറഞ്ഞാൽ അപ്പം ഛർദ്ദിക്കും കേട്ടോ. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. തണുപ്പ് കൊണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത് എങ്ങനെയാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാൻ. അല്ലെങ്കിൽ കത്രികയോ വല്ലതും ഉണ്ടോ? അതുണ്ട്, ഫ്രണ്ടിലുണ്ട്. ഇതിങ്ങനെ അടച്ചിട്ട് ഈ സൈഡ് മാത്രം ഒന്ന് ആക്കട്ടെ. എന്നാലോ കുറച്ച് കുറഞ്ഞു കിട്ടും. അങ്ങനെ അല്ലെ പിന്നെ ഇങ്ങനെ ഒരു പീസ് ഇട്ട് ഇവിടെ ആക്കാം. എന്റെ സൈഡ് കുഴപ്പമില്ല, നിന്റെ സൈഡ് നോക്ക്. നീ അവിടുന്ന് ഉരിക്കേണ്ടത് ഏതാ? ആ സാധനം ഉരിക്കും. ഇതാ വിട്ടോണേ. അയ്യോ ഇടരുത്. വെച്ചോ? അടയുവോ? എന്നിട്ടോ ലോക്കായില്ലേ? അപ്പൊ ലൈറ്റ് മറിയൂലേ? ഇവിടെ ഇങ്ങനെ ഒരു കീറിൽ കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഒരു കത്തി എന്തെങ്കിലും എടുത്ത് തന്നടാ, കത്രിക എന്തെങ്കിലും. കൈസ് ഓടിക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ മരച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടെന്നറിയാവോ? ഇനി റഷ്യയിൽ എന്നാ അവസ്ഥ എന്നുള്ള ദൈവത്തിന്. ലിബിനെ ശ്രദ്ധിക്കണേ. ഇതുണ്ടോ ഈ കാണുന്ന ഈ സാധനം? വണ്ടിക്കകത്ത് ഐസ് കുടിക്കുന്നുണ്ട്. ഈ കാണുന്നത് പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ, നാക്ക് പൊങ്ങുന്നില്ല. ഇതുണ്ടോ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതാണ്. ഇതുവരെ തട്ടി കളയുന്ന കേട്ടോ. നമ്മുടെ വണ്ടിയിലും ഉണ്ടോ? നമ്മുടെ വണ്ടിയിലും കട്ടയായിട്ട് പിടിച്ചു തുടങ്ങി കേട്ടോ. ഉണ്ടല്ലേ? ഞാൻ സൂസ് വെച്ചിട്ട് വരട്ടെ. അതിൻ്റെ അകത്തോ വെച്ച് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. പോയിട്ട് സൂസ് വെക്കാം. സൈഡിൽ പോയിട്ട് മൂക്ക് കൊത്തിയാൽ മതി. മൂത്രം ഒഴിക്കാനേ പറ്റൂല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ കസാക്കോയിലാണ് RP ഇതൊക്കെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ ടൗൺ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫെസിലിറ്റി ഒക്കെ വളരെ കുറവാണ്. അതിൻ്റെ അകത്ത് ബാത്റൂം ഒന്നും ഇല്ല കേട്ടോ. പിന്നെ തണുപ്പായി കഴിഞ്ഞാൽ അതൊരു പൂട്ടുകയും ചെയ്യും. അതാണ് അവസ്ഥ. എന്തായാലും പരിപാടികൾ തീർക്കട്ടെ. കിട്ടില്ല കാലാവസ്ഥയും കിട്ടില്ല സംവിധാനമൊക്കെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ വരണം, അതിൻ്റെ ഫീലിംഗ് മനസ്സിലാക്കണേ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും കോൾഡായിട്ട്. ഇത് ബ്ലാക്ക് ഐസ് ഭയങ്കര ഡേഞ്ചർ കേട്ടോ. ഇത്രയും കോൾഡ് നമ്മുടെ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. റഷ്യ കസാക്ക് USSRൻ്റെ ഭാഗങ്ങൾ തന്നെ. അങ്ങോട്ട് നോക്കിയേ, ഇവിടെ നിങ്ങൾ നേരെ ഇട്ട് കാണിച്ചാൽ ഇത് നോക്കിയേ. അങ്ങ് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഫുള്ള് മഞ്ഞാട്ടോ. ഫുൾ മഞ്ഞ്, ഒരു രക്ഷയില്ല. മണം അങ്ങനെ ഉണ്ടല്ലോ ഇവനെ? കുഴപ്പമില്ല. മൂക്കിൻ്റെ അകത്ത് വിരൽ കുത്തിയിട്ടാണോ? നീ വേഗം വന്നത് പിടിച്ച് എൻ്റെ കൈ മറിക്കുന്നു. വാ ഇതൊന്നും ഇട്ടൊന്നേ. നീ പോടാ. എന്താ വേണ്ട, അത് മുറിച്ചു തന്നെ നിന്നാ പോരെ. മാങ്ങ നീ ഇതെങ്ങനെ ഇട്ടേ? കുഴപ്പമില്ല വിട്ടോ, വിട്. അത് ചെയ്യ്. ആൾക്കാർ വിചാരിക്കുന്നു ഇവന്മാർ എന്ത് ഭാഗ്യമുള്ളവന്മാരാ ലോകം ചുറ്റി കാണുന്നത്. നമ്മൾ വിചാരിക്കുന്നു ദൈവമേ നമ്മൾ എന്ത് പാപം ചെയ്തിട്ടാ ഈ ഗതി, ഈ വിധിന്ന്. ഇക്കരെ കാണുമ്പോ അക്കരെ പച്ച, അക്കരെ കാണുമ്പോ ഇക്കരെ പച്ച. ഇതെല്ലാം ഓക്കെ ആയില്ലേ? ബാക്കി എന്നാ ചെയ്യാ? മുറുക്കി
മുറുക്കി താകടിക്കണോ? വേണ്ട വേണ്ട മുറുക്കി. കാറ്റ് അത് ഇത് നിന്നോളും. നിൽക്കുവോ? അതാവേ ദൈവമേ, ഞാൻ ഒറ്റ ദൈവങ്ങൾക്ക് ഇരിക്കപ്പുറത്ത് കൊടുക്കൂല കേട്ടോ. അയ്യോ, തുണിയും കീറി. അത് കുഴപ്പമില്ല. അവിടെയും കൂടി പിടിപ്പിക്കാടാ. പിടിച്ചേ. രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഹെഡ് ലാമ്പ് ഇല്ലാതെ ഓടാൻ പറ്റൂല. അവിടെ പോലീസുകാര്. ഒന്ന് അപ്പുറം തുറന്നു നിന്നടാ. എവിടെയാ? അതവില്ലേ? കൈ പോയി. നീ ഗ്ലൗസ് ഇടാ. ഗ്ലൗസ് പോയിട്ട്. മഞ്ഞ് തള്ളി വരുന്നു. മഞ്ഞ് തള്ളി. ഞാൻ വിചാരിച്ചോളൂ ഇത്ര നേരമായിട്ട് എന്നെ മഞ്ഞ് തള്ളാത്ത എന്തേ വരുന്നു. തുറന്നിരിക്കുക. മഞ്ഞ് തള്ളിക്കൊണ്ട് വരുന്നു. എൻ്റെ അമ്മോ, എൻ്റെ കർത്താവേ, എന്തോ വേദന. ഇതൊക്കെ റഷ്യൻ ട്രക്കാട്ടോ. അതൊന്നും ചൈനീസ് ട്രക്കുകൾ ഇവർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിലിപ്പം പോകുന്നതാണ്. കറക്റ്റ് തള്ളിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ. ഇതേ മഞ്ഞ് തള്ളിക്കൊണ്ട് പോകുന്നതാ. ചൈന ട്രക്കാണല്ലോ. അങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഇവനെ എൻ്റെ കൈ മരച്ചുപോയി. ഇവിടെ ഇങ്ങനെ പിടിക്കണേ. ഞാൻ പറയാൻ പിടിക്കണേ. ഇവിടെ പിടിച്ചേ. ദൈവമേ, മറ്റേ ക്ലാസ് പറയാന്നപ്പോ നീ ഒരു മിനിറ്റ് സമയം താലി. ഇവന് വിടില്ല. എൻ്റെ കൈ ഒടിഞ്ഞു. എന്റെ കൈയും പോവും. നീ വിടില്ലേ? ഇവിടെ ഇങ്ങനെ പിടിച്ചേ. കൈ പോവൂലേ? ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതി. പിടിച്ചോണേ. ഇല്ലടാ, പോകൂലോ. പിടിച്ചോണേ. അറിഞ്ഞോ? ഇല്ല. ഇവിടെയാണ് പ്രശ്നം. കൊണ്ട് തള്ളു. അറിഞ്ഞോ? അറിഞ്ഞില്ല. ഇച്ചിരി അറിഞ്ഞില്ല. കുഴപ്പമില്ല. അറിഞ്ഞ കുഴപ്പമില്ലെന്ന്. അപ്പൊ അതിനും വലിയ കുരിശാവും ഇത്. ഇങ്ങോട്ട് ഇതിനെ തിരിക്കേറ്റുന്ന സാധനം എന്ത് ചെയ്യാൻ? ഇതിൻ്റെ അകത്താ. പോയി. ഒന്നുമില്ലാതായി. എന്നാ പ്രശ്നം? ഇവിടെ തട്ടുന്ന. എവിടെ? ഇവിടെ. നീ ഇങ്ങനെ പിടിച്ചാടാ. നീ ഗ്ലൗസ് ഇട്ടിട്ട് പോലെ ഇവനെ. പിടിച്ച കുഴപ്പമില്ല. എൻ്റെ കൈ പോയി. കൈയും പോയി. അത് അകത്തോട്ട് ഇടേ. ഇപ്പൊ ഒരു സൈഡ് ഇട്ട് നോക്ക്. ഇട്ടോണേ. ഇട്ടേ. ഇട്ടു. ക്ലാസ് പറഞ്ഞു. ഓക്കെ. അത് കട്ട് ചെയ്താൽ മതി. അത്രയും കൊണ്ട്. കത്രികയോ? കത്രികയോട് വെച്ചു. വണ്ടി വെച്ചോ? ഉള്ളില് സീറ്റില്. അമ്മേ, രക്ഷയില്ലാണ്ടോ. ജീവിതത്തില് ഇത്ര തണുപ്പ് എവിടെയും കൊണ്ടിട്ടില്ല. ഇത്ര തണുപ്പ് എവിടെയും കൊണ്ടിട്ടില്ല. അമ്മേ, എവിടെയാടാ കയറ്റുന്നേ? സാധാരണ കയറ്റുന്ന സ്ഥലം കാണണ്ടേ? ഇത് അതുമില്ല. കയറ്റുന്ന സ്ഥലം കിട്ടി. ഗ്ലാസിന്റെ അവിടെ നിന്ന് കടിച്ചാടാ. ലൈറ്റിന്റെ അവിടെ നിന്ന് നീ ഇറങ്ങണ്ടല്ലോ. കുഴപ്പമില്ല. ആ സമയത്തല്ലേ. അപ്പൊ ആലോചിക്കാം. എന്നാ കണ്ടിക്കണ്ട. ഈ ലൈറ്റ് കൊണ്ട് ഓടാം. മഞ്ഞ ലൈറ്റും കൊണ്ട്. ഡിമ്മും ബ്രൈറ്റും ഇവിടെയാ. അമ്മ, ഓടിക്കാൻ പറ്റണ്ടേ? ദൈവമേ, ഒരു യാത്രയാണ്. എന്തൊക്കെ പണി പഠിക്കണം. ടൈലിങ്ങും അല്ല, ടൈലറിങ്ങും അല്ല പഠിക്കണം കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് ഷേപ്പ് പറ്റിയില്ലെങ്കിൽ ഹെഡ് ലാമ്പില്ല. ആ സൈഡിൽ കയറ്റി മുട്ടണ്ട. എൻ്റെ അമ്മച്ചി. കയറിപ്പോയോ? ഇല്ല, നമുക്ക് ഇവിടെ അടി കുറച്ച് കിട്ടിയാൽ മതി. വരൂ നമുക്ക് യാത്ര തുടരാം. ഇതില്ലേ? എൻ്റെ കൈക്ക് ഫീലിംഗ് ഇല്ല. ശരിയാണല്ലോ. എന്താ അമ്മച്ചി? നിനക്കോ? ഇതിന് കാറ്റ് വരാനല്ല കേട്ടോ. നമ്മുടെ കൈ തണുത്തിട്ട് ഫീല് വരാത്ത. പുറത്തെ ക്ലൈമറ്റ് ഇതും കൂടെ ഒക്കുന്നില്ല. ഇവന് നീ ഗ്ലൗസ് ഇടല്ലേ? ഇവനെ ഇല്ല, നടക്കൂലടാ.
2 gloves, 2 hands. ഒന്ന് കന്നാലിക്കൂട് പോലെ കേട്ടോ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓ പോടാ. ഗ്ലൗസ് ഉണ്ടേ? എന്താ എനിക്കൊരു കൈ മതി. മതിയാ? 2700 കിലോമീറ്റർ, അതിലൊരു 200 കിലോമീറ്റർ നല്ല ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ഇതേപോലെയൊക്കെ തന്നെ. ഇനി 507 കിലോമീറ്റർ ഇതേപോലെ മഞ്ഞിൻ്റെ അകത്ത് ഓടിക്കണം. എനിക്ക് ഈ മഞ്ഞിൻ്റെ അകത്ത് ഇപ്പം കണ്ട് വൃത്തിയാക്കിട്ട് പോയില്ല. അതിൽ വണ്ടി ഉണ്ടോ നോക്കടാ? വണ്ടിയുണ്ട് ഉണ്ടോ? അവര് പമ്പിലോട്ടാ പോ. ഗൈസ് ഇതുണ്ടോ, ഇവരെല്ലാം ഒതുങ്ങിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ. വണ്ടി ഉണ്ടോ? ഇത് രാത്രി ഓടില്ല. രാത്രി ഓടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇതിലെ. 100% ഉറപ്പാ. നീ താഴോട്ടൊന്ന് കാണിച്ചു കൊടുത്തടാ. ഇതൊക്കെ ഈ മഞ്ഞിൻ്റെ അകത്തോടാണ് ഓടിക്കാൻ വേണ്ടിട്ടോ. ഈ റോഡ് മാത്രം എന്നെ ക്ലീൻ ആക്കാഞ്ഞ്. അങ്ങോട്ടും ക്ലീൻ ആക്കി പോയിട്ടുണ്ട്. 40 കിലോമീറ്ററിൻ്റെ മേളിൽ പോകാൻ പറ്റത്തേ ഇല്ല കേട്ടോ. ഗൈസ് ഈ കാണുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് എത്ര നിങ്ങൾ നോക്കിയോട്ടോ. -11 ഫീൽ ലൈക്ക് 19, -14 ഫീൽ ലൈക്ക് 21. ആൻഡ്രോയിഡ് പറയുന്നത് 21 എന്നാണ്, ആപ്പിൾ പറയുന്നത് 19 എന്നാണ്. പക്ഷെ നല്ല ക്ലൈമറ്റാണ്. എൻ്റെ പൊന്നു ഗൈസ്, ഈ കാണുന്ന കാലുണ്ടല്ലോ, കാല് ഇത് ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന കാല് മരച്ചു എന്ന് പറഞ്ഞാൽ മരച്ചു. ഒരു രക്ഷയില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് ബോർഡർ ഓടിച്ചെത്തിച്ചാൽ മതി എന്നുള്ളൊരൊറ്റ ചിന്ത കേട്ടോ ഓടിക്കണം. കാരണം ഇനിയൊരു ദിവസം കൂടെ കളയാനില്ല എൻ്റെ മുന്നിൽ. അപ്പോൾ ഉള്ള ദിവസത്തിൽ ഓടിച്ചെത്തിക്കുക. റോഡിപ്പോൾ വലിയ കുഴപ്പമില്ല, അപ്പുറം ഇപ്പുറം മഞ്ഞാണെങ്കിലും കേട്ടോ. ഗൈസ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ ഒരു കിടിലൻ നല്ല മനുഷ്യനെ കണ്ടു കേട്ടോ. കസാക്കോയിലാണ്. സാധാരണ ഓടിച്ചാൽ നാട്ടിൽ നിന്നിപ്പം തെറിയാ. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. കിടിലൻ സാധാരണയുള്ള മനുഷ്യൻ. ലിബി ഇന്ത്യ തുറന്ന ഗൈസ് ഒട്ടൊക്കത്തെ മഞ്ഞാണ്ട് ഇനിയുണ്ട്. ഹായ് നെയിം ഗൈസ് നോക്കൂ, ഇവിടെ കുറച്ച് പേരുണ്ട്. നല്ല കിടിലൻ മനുഷ്യരാണ്. ഓ ഗൈസ്, ഓ ഒരു രക്ഷയില്ലാത്ത മനുഷ്യ കേട്ടോ, രക്ഷയില്ലാത്ത മനുഷ്യ. No, please, no. I have. Guys, this no, please. Green color. This is normal. Guys, ഞങ്ങളുടെ പറയാം, ഇവർക്ക് ചായ കാപ്പിപ്പൊടി ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് അവർക്ക് കൊടുക്കാൻ. നല്ല കിടിലൻ മനുഷ്യൻ വെച്ചാൽ നല്ല കിടിലൻ മനുഷ്യൻ. സാധാരണ ഇവിടെ ഒന്നും സമ്മതിക്കാത്തതാണ്, പക്ഷേ ഇത് ഓണറാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു പമ്പിൻ്റെ ഇങ്ങനെ ബർഗർ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ഫ്രണ്ടിലേക്ക് മൊത്തം മഞ്ഞാന്നിട്ട് പറഞ്ഞതുണ്ടോ. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്, ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. നല്ല ഉറാൻ എത്ര വിശന്നിട്ട് ഒരു രക്ഷയില്ല. ബർഗർ പറഞ്ഞു. ഇനി ബർഗർ കഴിച്ചിട്ടാണ് ഇനിയും 300-400 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിർത്തുന്നത് നല്ല അടിപൊളി ബർഗറാ അല്ലേ? ആദ്യമായിട്ടോ ഇത്ര സെറ്റപ്പായിട്ട് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കി തരുന്നല്ല, നമ്മൾ ആട്ടി ഓടിക്കും. ഇവിടെ നമ്മുടെ ആൾക്കാർ വന്നിട്ട് നമ്മള് പുള്ളിക്കാരൻ ആ ചായ ഉണ്ടാക്കി കുടിച്ചോട്ടോ. നല്ല സാധനമല്ലേ അത്? നല്ല സാധനം അത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ. വണ്ടി വീണ്ടും പഴയ പോലെ ഹീറ്റിങ് കാണിച്ചു തുടങ്ങി കേട്ടോ. 3 പ്രാവശ്യം കാണിച്ച് ഒതുക്കി, കുറഞ്ഞു കൂടുന്നു. പുറത്ത് നല്ല രീതിയിൽ പൊടി സ്നോ. ആ പൊടിയിലേക്ക് നോക്കിയാൽ പൊടി കറക്റ്റ് കാണാം കേട്ടോ. ആ പൊടി കറക്റ്റ് കാണിച്ചോടാ. ഇതുണ്ടോ പൊടിയിൽ കറക്റ്റ് സ്നോ ചെയ്ത് കൊടുക്കുന്നുണ്ടോ. എന്ത് ചെയ്യും, ഒടുക്കത്തെ മണ്ണാട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കറക്റ്റ് സമയത്ത് തണുപ്പത്ത് തന്നെ കിടന്നു നോക്കാൻ പറ്റൂല. ഉള്ള സാധനം മൊത്തം നമ്മൾ കീറുകയും ചെയ്തു. ഫ്രണ്ടിലോട്ട് ഒന്നും കാണാൻ പറ്റില്ല. പൊടിമഞ്ഞ് വീണോണ്ടിരിക്കും. അതിൻ്റെ അടുക്കാണ് വണ്ടി നമുക്ക് പെത്തിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ചൂടാകുമ്പം നിർത്തണം, ചൂട് മാറുമ്പോൾ ഓടിക്കണം. ഇനി ഇവിടുത്തെ ഓക്സിജൻ ലെവൽ പ്രശ്നമുണ്ടോ? ഇത് ചെയ്യും. പ്രശ്നമാണോ? ഓക്സിജൻ നമുക്ക് ശ്വാസം മുട്ടേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവില്ല. എന്തായിരിക്കും ഒരു പെടുത്താൻ കിട്ടുന്നില്ല. ഗൈസ് പെരുവഴി കേട്ടോ. അവിടെ 2 വണ്ടി എന്തോ പ്രശ്നം പറ്റി കിടക്കുവാ. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഇതാ നോക്കിയോ, ഫുൾ മഞ്ഞ. ഇതാ ഫുള്ളൊക്കെ ഫ്രണ്ട് മഞ്ഞ്. ബെൽറ്റ് പൊട്ടി. അമ്മേ അമ്മേ പൊട്ടി പൊട്ടി. 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 ഈ സാധനം പൊട്ടി. ബെൻഡാട്ടോ. അന്ന് പറ്റിയ അതേ പ്രശ്നം തന്നെ. അനക്കാതിരിക്കുക, ഒരെയിമിന് വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കുക. വേറെ പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല കേട്ടോ. അത് തന്നെ കൺഫേം ഊമ്പി എന്നുള്ളത്. മഞ്ഞ് ചോദിക്കുക ഭർത്താവേ. അത് തന്നെ സെയിം പൊട്ടി.
ഞാൻ പോയി പിടിച്ചു നോക്കി. തൂങ്ങിയോ? ആ തൂങ്ങിയില്ല, ബെൽറ്റ് ലൂസായി. ഗൈസ് ഫൈനലി വണ്ടി ഒതുക്കി. ലിവിൻ്റെ കോട്ടൂരി മേടിച്ച് വിരിച്ചിട്ടാണ് ഞാൻ ഓടിച്ചോണ്ടിരുന്നത്. ഇത്രയും മഞ്ഞുള്ള ഏതോ ഒരു വഴിയാട്ടോ, ഒരു പിടുത്തമില്ല കേട്ടോ. ഇത് ഇവിടെ 2 ട്രക്ക് കിടപ്പുണ്ട്, ആ ധൈര്യത്തിൽ കിടക്കണം. അവൻ്റെ അകത്ത് ലൈറ്റൊക്കെ എത്തി കിടപ്പുണ്ട്. ഫുള്ള് സ്നോ ആയിട്ട് ഇതുണ്ടാവും. ഇതൊന്നും ഇല്ല, മെസ്സൊന്നും ഓടിക്കാനില്ല, എല്ലാം മൊത്തം മഞ്ഞ് കൊണ്ട് കിടക്കുവാണ്. നാളെ ഇതിൻ്റെ എന്തേലും ഇവിടുന്ന് ടാഗും എല്ലാം കെട്ടിയിട്ട് ഒക്കെ ഒന്ന് നോക്കണം. എനിക്ക് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ദൈവത്തിനറിയാം നാളത്തെ കാര്യം എങ്ങനെയാണെന്നുള്ളത്. ഇന്നെന്തായാലും ഈ സ്ഥലത്ത് കിടക്കാണ്ട് പറ്റി. ഇപ്പോൾ ഓൾറെഡി കിടന്നു കേട്ടോ, ട്രൗസർ കയറി. ബോട്ടില്ലാത്തവരും കുറച്ചോ ആന്നോ ഗൈസ്?